മഹാരാഷ്ട്രയിലെ ഡോബിവാലിയിൽ വൻ തീപിടുത്തം. MIDCയിലെ കെമിക്കൽ ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. ശ്രീനാഥ് തുടരുന്നുണ്ട്. ശ്രീനാഥ്, എന്താണ് ഈ അഗ്നിബാധ ഉണ്ടാകാനുള്ള കാരണം? എന്താണ് വിശദാംശങ്ങൾ? ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് MIDCയിൽ ഈ തരത്തിൽ കെമിക്കൽ ഫാക്ടറിയിൽ തീപിടുത്തം ഉണ്ടാവുന്നത്. ഇതൊരു വ്യവസായ മേഖലയാണ്. കെമിക്കലുകളും മറ്റും സ്വാഭാവികമായി ഉപയോഗിക്കുന്നു. ഇത്തരം അപകട സാധ്യത ആ മേഖലയിലുണ്ട്. പക്ഷേ അതിനെ ചെറുക്കാനുള്ള ഒരു നടപടി ഈ അപകടങ്ങൾ ആവർത്തിച്ചിട്ട് പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പുതിയ സംഭവം കൂടി സൂചിപ്പിക്കുന്നത്. MIDC ഫേസ് 2-ലാണ് ഇന്നിപ്പോൾ തീപിടുത്തം ഉണ്ടായത്. രാവിലെ വലിയ പൊട്ടിത്തെറി അവിടെ ഉണ്ടായി. സമീപത്തെ ഫാക്ടറികളിലേക്ക് കൂടി തീപിടുത്തം നടന്നു. ഒപ്പം ഈ സമീപത്തെ തന്നെ ഒരു സ്കൂൾ കൂടിയുണ്ട്, അഭിനവ് സ്കൂൾ. ആ സ്കൂളിന് ഇപ്പോൾ അവധി നൽകിയിട്ടുണ്ട്. അവിടെയും വലിയ ആശങ്കയുണ്ടായി. ജനസാന്ദ്രത ഇപ്പോൾ ആ മേഖലയിൽ കൂടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. ഏതായാലും തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. കെമിക്കലുകളാണ് ഈ തരത്തിൽ തീപിടുത്തത്തിന് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് അത് നിയന്ത്രണ വിധേയമാക്കുന്നത് ശ്രമകരമായ ജോലിയാണ്. നിരവധി ഫയർ എഞ്ചിനുകൾ അവിടെ ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയുമാണ്. കഴിഞ്ഞ ദിവസം ഏറെ അകലെയല്ല ഭീവണ്ടിയിലും ഇതേപോലെ MIDCയുടെ മറ്റൊരു കെമിക്കൽ ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MIDCയിൽ ഈ മാസം ഇതിനു മുമ്പുണ്ടായ ഡോംബിവലി MIDCയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 7 പേരുടെ ജീവനാണ് നഷ്ടമായത്. ഇന്നത്തെ ഈ തീപിടുത്തത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. തൊഴിലാളികൾ പരമാവധി പേർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.